ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇതിലെ സത്യം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് നിങ്ങളുടെ ആരോപണം? നന്ദിനി നിങ്ങളുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചെന്ന് ഒരിക്കൽ പറഞ്ഞു. അത് നന്ദിനി ഇവിടുന്ന് സ്വന്തം വീട്ടിലേക്ക് കൊടുത്തയച്ചു എന്നും പറഞ്ഞു. സ്വന്തം വീട്ടിലേക്ക് കൊടുത്തയച്ച ആഭരണം എന്തിനു തിരിച്ചു കൊണ്ടുവരണം? എന്തിനത് ചെടിച്ചട്ടിയിൽ കുഴിച്ചിടണം? ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുമ്പോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാ നമ്മുടെ കുടുംബം മുഴുവനും ഇല്ലാതാവും അറിയാവുന്നതുകൊണ്ട്. ഓ, ഇൻകം ടാക്സ് റെയ്ഡിനെ പറ്റി മോൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? അറിയാമായിരുന്നോ? ഇല്ല. അച്ഛൻ അറിയാമായിരുന്നോ? ഇല്ല. ആ, ഈ ഇരിക്കുന്ന പത്മാ മേഡത്തിന് പോലും അറിയില്ല. പക്ഷേ നിങ്ങളൊക്കെ അടുക്കളക്കാരി എന്ന് വിശേഷിപ്പിക്കുന്ന നന്ദിനിക്കറിയാം. വാട്ട് എ ബ്രില്യൻ. ആ, അപ്പൊ നിങ്ങളൊക്കെ പറയുന്നത് നന്ദിനി വെറും ഒരു വീട്ടുവേലക്കാരിയല്ല, ഉന്നതങ്ങളിൽ സ്വാധീനമുള്ളവളാണെന്നല്ലേ? പറ, ആണോ? എടാ, ആഭരണങ്ങൾ ചെടിച്ചട്ടിയിൽ നിന്ന് കിട്ടിയത് സത്യമല്ലേ? അത് നീ ഇനി എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും അത് സത്യമല്ലാതാവോ? ആ ചെടിച്ചട്ടി ഇരിക്കുന്ന ഭാഗത്ത് ഈ വീട്ടിൽ നിന്ന് മറ്റാരും പോയിട്ടില്ല. പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്, അച്ഛൻ പോയിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ പേരിൽ വഴിയായിരുന്നില്ല? ടെൽ മീ. സൂര്യയാണത് ചെയ്തതെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? യതീന്ദ്രദാസ് എന്ന നിങ്ങളുടെ ഭർത്താവാണ് അത് ചെയ്തതെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? സൂര്യ എന്താ? അച്ഛാ, there is only one question. അതിനുത്തരം എപ്പ കിട്ടിയേ പറ്റൂ. ചെടിച്ചട്ടിക്കുള്ളിൽ സ്വർണം കൊണ്ടുവച്ചത് ആര്? അത് ആരായാലും ശരി, അവരാണ് ഈ കുടുംബത്തിന്റെ ഇത്രയും കാലത്തെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി. എന്താ ഞാൻ ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ലേ? ഈ വീട്ടിൽ നിന്ന് ആരും അങ്ങനെ ചെയ്യില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഓ, ആരെങ്കിലും സ്വന്തം വീടിനോട് ദ്രോഹം കാണിക്കുവോ? എങ്ങനെയാളിയാ? ആരെങ്കിലും സ്വന്തം വീടിനോട് ദ്രോഹം കാണിക്കുമെന്ന് കാണിച്ചിട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും കാണിച്ചിട്ടില്ലേ? സ്വന്തം കമ്പനിയുടെ ടെൻഡർ തുക മറ്റൊരു കമ്പനിക്ക് ചോർത്തി കൊടുത്ത് കൈക്കൂലി വാങ്ങി പങ്കിട്ടെടുത്ത ഭാര്യയും ഭർത്താവാണ് നിങ്ങൾ. എന്നിട്ട് കുടുംബത്തെ ദ്രോഹിക്കില്ലെന്ന് കേസ് കൊടുക്കാൻ ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നത് അതുകൊണ്ട് തന്നെ. പക്ഷേ അന്വേഷിക്കാൻ വരുന്ന പോലീസുകാരോട് ഇതിനു മുമ്പ് ഈ വീട്ടിൽ നടന്ന തോന്നിയാസങ്ങൾ മുഴുവൻ ഞാൻ പറയും. അപ്പൊ ചിലപ്പോ വിലങ്ങ് വെച്ചോണ്ട് പോകുന്നതേ നന്ദിനി ആയിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും കൊണ്ടുപോകുന്നത്. കേട്ടാ? അച്ഛാ, പോലീസിനെ വിളിക്കും. ഇനി അവര് തീരുമാനിച്ചോട്ടെ. വേണ്ട. വേണം. എടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. പോലീസ് വന്ന് ഈ കൂട്ടത്തിൽ ആരെ ചോദ്യം ചെയ്താലും കൊണ്ടുപോയാലും
അതിന്റെ നാണക്കേട് കുടുംബത്തിനാ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ വിഷയം വിടാം. ഓഹോ, അപ്പോ എല്ലാം അവസാനിപ്പിച്ചു. മകൻ വന്ന് ദേഷ്യപ്പെടുന്നു, അച്ഛൻ അവനെ സമാധാനിപ്പിക്കുന്നു. അതിനൊടുവിൽ ഒന്നും വേണ്ടെന്ന് തീരുമാനിക്കുന്നു. നാണയില്ലല്ലോ നിങ്ങൾക്ക് ഈ വൃത്തികെട്ട നാടകം കളിക്കാൻ. എന്ത് ചെയ്താലും അതിന്റെ ഉദ്ദേശം ഈ നിക്കണ പെരുങ്കള്ളിയെ രക്ഷിച്ചെടുക്കണമെന്നാണ്. ദേ, ഇനി എല്ലാ കാര്യവും അച്ഛനും മോനും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതി. അയ്യോ, എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നേ? പത്മ മേഡം പുറപ്പെട്ടു കഴിഞ്ഞാൽ അകമ്പടി സേവിച്ച് പോകണ്ടേ? എന്താ പോവാത്തേ? പൊക്കോളൂ, പൊക്കോളൂ. നന്ദിനി, താൻ പേടിക്കൊന്നും വേണ്ട. ഇവരൊക്കെ ഇത്രേ ഉള്ളൂ. താൻ എന്നോടൊപ്പം ജീവിക്കുന്നതിൽ ആർക്കൊക്കെ അസൂയ ഉണ്ടായാലും അവർക്കേ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാലം താൻ സൈലന്റ് ആയിരുന്നില്ലേ? ഇനി അങ്ങോട്ട് ഫൈറ്റ് ചെയ്യണം. ഞാനേ തൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. താനേ എൻ്റെ ഭാര്യ. താങ്ക്സ് എന്നെ ഇവിടം വരെ എത്തിച്ചതിന്. സൂര്യ, ഇനി നീ ഒരു ബഹളം ഉണ്ടാക്കരുത്. ഇതിവിടെ തീർന്നു പോട്ടെ. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴല്ല അച്ഛാ അച്ഛൻ സൈലന്റ് ആവുന്നത്. അതുപോലെ ഞാനും എൻ്റെ ഭാര്യയും അടങ്ങുന്ന എൻ്റെ കുടുംബവും എനിക്ക് പ്രധാനമാണ്. നന്ദിനി, നീ ഒരാളുടെയും ചീത്ത കേൾക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതാരാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്?